സോ എൻ്റെയും തൊപ്പിൻ്റെയും ഒരു AI ആൽബം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് പേജസിൽ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് എഡിറ്റ്സും കട്ട്സും ഞാനാണെങ്കിൽ അതിനകത്ത് ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ നമ്മളെപ്പറ്റി ഒരു എഡിറ്റോ കട്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിനകത്ത് ഒരുപാട് നിങ്ങളുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? ഇത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഞാനും തൊപ്പി ഇങ്ങനെ നിൽക്കുന്നു. AI കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറ്റും എന്നൊക്കെ കുറേ ആൾക്കാർക്കൊന്നും മനസ്സിലാവണം എന്നില്ല. അവരത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ചെയ്തവർക്ക് നല്ല രീതിക്ക് അറിയാം ഇത്തരത്തിലൊരു തംബ്നെയിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തായാലും നല്ല റീച്ച് കിട്ടും, ഈ വീഡിയോ എന്തായാലും ഒരുപാട് ആൾക്കാർ കാണും, നല്ല വ്യൂസ് കിട്ടും, കണ്ടന്റ് ആണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ മകൾക്കോ ആർക്കെങ്കിലും വരാത്തടത്തോളം കാലം നിങ്ങൾക്കിത് വെറും കണ്ടന്റാണ്. നിങ്ങൾ കാണുന്ന നമ്മളിപ്പം കോണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ വോട്ടെവർ ഇറ്റ് ഈസ്, പക്ഷെ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. നമുക്ക് വികാരവും വിചാരവും വിഷമവും എല്ലാം ഉള്ള സാധാ മനുഷ്യരാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇന്നലെ ഞാനാണെങ്കിൽ തൊപ്പിനെ വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ തൊപ്പി അത് ലൈവിൽ പറഞ്ഞു. ഒരുപാട് ആൾക്കാരാണെങ്കിൽ അതിനകത്ത് താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് AI ആണ്, പ്ലീസ് ഇത് ഇവരുടെ ലൈഫ് വെച്ച് കളിക്കില്ലേ, ഇത് വെറുതെ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.